അസ്സലാമു അലൈക്കും. ഇന്ന് 27/2/2026 വെള്ളിയാഴ്ച പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദിലെ നോമ്പ് തുറയുടെ വിഷയമാണ്. ഇത് പെരിന്തൽമണ്ണ ടൗൺ ജുമാ മസ്ജിദ് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കിനാദിയിൽ അംസക്കുട്ടി ഹാജിയാണ്. അസ്സലാമു അലൈക്കും. ഇന്ന് നോമ്പ് 9. അപ്പോൾ ഇതുവരെ നല്ല രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. നല്ല കരുത്തിട്ടൊരു യുവനിര ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പെരിന്തൽമണ്ണയിൽ നമ്മൾ നോമ്പ് തുറക്ക് ഒഴിച്ചുകൂടാനായിട്ടുള്ള ആൾക്കാർ, പിന്നെ പെരിന്തൽമണ്ണയുടെ സ്പന്ദനം, വലിയവപ്പെട്ടി, പിന്നെ അതുപോലെ പിന്നെ ജലീൽ, നമ്മൾ സെക്രട്ടറി, അതുപോലുള്ള എല്ലാ ആൾക്കാരും, മറ്റേ കണ്ണൂരി അംസപ്പ ഒക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുപോലെ യുവാക്കൾ എല്ലാത്തിനും വേണ്ടി നമ്മളൊന്നും ഒരു പണിക്ക് പോലും കൂട്ടുന്നില്ല. ഫൈസലിൻ്റെ നേതൃത്വത്തിലൊക്കെ കാര്യങ്ങളിലൂടെ നല്ല ക്ലിയറായിട്ടെല്ലാം നടക്കുന്നുണ്ട്. ഒമ്പതാണെന്ന നോമ്പ് ഇന്നിപ്പോൾ ഇവിടെ വെള്ളയപ്പം മീൻ കറിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു 500-600 ആൾക്കാർ പങ്കെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്ന. ദിവസം അത്ര ഉണ്ടാവലുണ്ട്. നമ്മളെ കമ്മിറ്റി സെക്രട്ടറി കാരാട്ടിൽ കുഞ്ഞു ഹാജി ഞങ്ങൾ പറയില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ഉണ്ടാവില്ല, ചിലരുണ്ടാവും, ചിലരുണ്ടാവില്ല. ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ കാരക്കുണ്ട്, പിന്നെ വെള്ളമുണ്ട്, വത്തക്ക ജ്യൂസുണ്ട്, പിന്നെ വെള്ളപ്പവും മീൻകറിയുണ്ട്, കുപ്പിവെള്ളമുണ്ട്. ഈ ഹാള് ഏകദേശം ഈ ഹാളും മറ്റ് അപ്പുറത്തും കൂടി ചേർത്ത് 400ഓളം പേർക്ക് സുഖമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. വത്തക്ക ജ്യൂസിൻ്റെ പുറമെ വത്തക്കയുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് 27/2/2026 വെള്ളിയാഴ്ച 9ാമത്തെ നോമ്പാണ്. പതിവ് പോലെ ഇന്നും നോമ്പ് തുറ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹാള്. ഇത് 1ാം ഹാള്. അപ്പുറത്തൊരു ഹാളുണ്ട്. 400 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള, സുഖമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള, നോമ്പ് തുറക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞാൽ പിന്നെയും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്ക് ഉള്ള സാധനങ്ങൾ പ്ലേറ്റിൽ കൊടുത്ത് അവർ ഉചിതമായി കിട്ടുന്ന സ്ഥലങ്ങൾക്കനുസരിച്ച് അവർ ഇരിക്കും. എന്തായാലും അൽഹംദുലില്ലാ കാലങ്ങളായിട്ട് തുടർന്നു വന്നിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ടൗണിൽ ധാരാളം യാത്രക്കാർക്കും മറ്റേ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും അങ്ങാടിയിൽ വരുന്നവർക്കും ആശുപത്രിയിൽ വരുന്നവർക്കൊക്കെ വളരെയധികം സൗകര്യപ്രദമാണ് ഈ നോമ്പ് തുറ. ഇല്ലല്ല, അവിടെ ഇനി കൊടുക്കാണ്ട് ഇത് വാക്കത്ത് മുസ്തഫ ഹാജി. ഇത് നമ്മളെ പുതിയ ഹൗസാണ്. ഇത് അഴുവളപ്പിൽ അലി, ഇവിടുത്തെ പഴയ മെമ്പറും ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ നോമ്പ് തുറക്കും സാധാരണ പതിവായിട്ടുണ്ടാകുന്നതാണ്. എല്ലാ പണിയും കഴിഞ്ഞ് നിൽക്കണമാണ്. ഇവരൊക്കെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമുള്ള റെസ്റ്റിലാണ്.
1 മണിക്കൂർ മുമ്പ് തുടങ്ങിയതാണ്. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. ആ നമ്മൾ രണ്ടാളും ആദ്യം വന്നിരിക്കുന്നത്. നിങ്ങളെ കൂടി ഒന്ന് ഫോട്ടോ എടുത്താൽ ഞാൻ പറയും ഞാൻ ഓക്കെ